കഠിനാധ്വാനം മാത്രം പോരാ, ശരിയായ പാതയിലുള്ള വൈദഗ്ധ്യവും ആവശ്യമാണ്. ഓരോ ലക്ഷ്യത്തിലേക്കുമുള്ള യാത്രയിൽ വിജയം ആവശ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിജയം കഠിനാധ്വാനം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ലെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നുമില്ലെന്ന് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കാറുണ്ട്. പക്ഷെ അത് ശരിക്കും മതിയോ? ദിവസവും മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ടും പലരും പഴയ ജീവിതം തന്നെയാണ് ജീവിക്കുന്നത്. അതേസമയം ചിലർ കുറഞ്ഞ ജോലിയിൽ വലിയ വിജയം നേടുന്നു. അപ്പോൾ എന്താണ് വ്യത്യാസം? നിങ്ങൾ ജോലി ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. കഠിനാധ്വാനത്തിനും സ്മാർട്ട് വർക്കിനുമിടയിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഈ പുസ്തകം നിങ്ങളെ പഠിപ്പിക്കുന്നു. കഠിനാധ്വാനത്തിന്റെ പരിമിതികളിൽ നിന്ന് പുറത്തുവന്ന് സർഗാത്മകത, നവീകരണം, ശരിയായ തന്ത്രം എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക, പക്ഷേ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കുക. ചിന്തയുടെ അഭിനിവേശം കഠിനാധ്വാനത്തേക്കാൾ വലുതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഓഡിയോ ബുക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ്. അതിന്റെ പേര് കഠിനാധ്വാനം അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക്. ഏതാണ് മികച്ചത്? ഈ പുസ്തകത്തിൽ 10 അധ്യായങ്ങളുണ്ട്. നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കാതെ നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് പോകാം. നിങ്ങളുടെ അടുത്ത് ഇയർഫോണോ ഹെഡ്ഫോണോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അധ്യായം 1: കഠിനാധ്വാനത്തിന്റെ മിഥ്യാബോധം. കഠിനാധ്വാനത്തെ ഇത്രയധികം മഹത്വവൽക്കരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഠിനാധ്വാനത്തിന്റെ ഫലം മധുരമാണെന്ന് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കാറുണ്ട്. പക്ഷേ കഠിനാധ്വാനം മാത്രമാണോ എല്ലാം? കഠിനാധ്വാനം വിജയത്തിന് ഉറപ്പു നൽകുന്നുണ്ടെങ്കിൽ ഏറ്റവും ധനികർ തൊഴിലാളികളും ഏറ്റവും സന്തോഷമുള്ളവർ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുമായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മിഥ്യാധാരണ? ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറയാം. ഒരു പാവപ്പെട്ട കർഷകൻ രാവും പകലും കഠിനാധ്വാനം ചെയ്ത് തന്റെ വിളകൾ തയ്യാറാക്കി. ഈ വർഷത്തെ കഠിനാധ്വാനം തന്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് അയാൾ കരുതിയിരുന്നു. പക്ഷേ കൃത്യസമയത്ത് മഴ പെയ്തില്ല. എല്ലാ വിളകളും നശിച്ചു. ചോദ്യമിതാണ്, അവന്റെ കഠിനാധ്വാനത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഇല്ല. പ്രശ്നം അവന്റെ വ്യവസ്ഥയിലും ശരിയായ തന്ത്രത്തിലുമായിരുന്നു. കഠിനാധ്വാനം അത്യാവശ്യമാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ ശരിയായ ദിശയിൽ കഠിനാധ്വാനം ചെയ്യുക എന്നത്. ഇന്നത്തെ ലോകത്ത് ആളുകൾ കഠിനാധ്വാനത്തിന്റെ പേരിൽ അവരുടെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ നശിപ്പിക്കുന്നു. ഓഫീസിൽ ഓവർടൈം ചെയ്യുക, രാവും പകലും ജോലി ചെയ്യുക, വേണ്ടത്ര ഉറങ്ങാതിരിക്കുക, ഇതെല്ലാം കഠിനാധ്വാനമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ കഠിനാധ്വാനം അമിതമായി വിലമതിക്കപ്പെടുന്നു. കാരണം അത് നിങ്ങൾക്ക് വിജയത്തിനല്ല, മറിച്ച് ക്ഷീണത്തിനാണ് ഉറപ്പു നൽകുന്നത്. തോമസ് എഡിസൺ ഒരിക്കൽ പറഞ്ഞു, പ്രതിഭ 1% പ്രചോദനവും 99% കഠിനാധ്വാനവുമാണ്. എന്നാൽ എഡിസൺ തന്റെ കഠിനാധ്വാനം പ്രയോജനപ്പെടുത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? തന്റെ ലാബിൽ നിരവധി ശാസ്ത്രജ്ഞരെ ജോലിക്ക് നിയമിച്ച് ദിശ മാത്രം തീരുമാനിക്കുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു, പക്ഷേ ബുദ്ധിപരമായ രീതിയിൽ. ഒരു കവിത ഓർമ്മ വരുന്നു: ലക്ഷ്യങ്ങൾ അവരെയാണ് കണ്ടെത്തുന്നത്, കഠിനാധ്വാനത്തിലല്ല, വിവേകത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കാതെ ഓടുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം മാത്രമേ ലഭിക്കൂ. നിങ്ങൾ ശരിയായ വഴി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ കഠിനാധ്വാനം കൊണ്ടുപോലും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഉറുമ്പുകൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ അത് തെറ്റായ വഴിയിലൂടെ പോയാൽ അതിന് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയില്ല. അതേസമയം ഒരു കഴുകൻ ആകാശത്തുനിന്ന് തന്റെ ഇരയെ കൃത്യസമയത്ത് നോക്കി വേട്ടയാടുന്നു. ഇരുവരും കഠിനാധ്വാനം ചെയ്യുന്നു, എന്നാൽ വ്യത്യാസം ദിശയിലും തന്ത്രത്തിലുമാണ്. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ കഠിനാധ്വാനം മാത്രമല്ല, സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇലോൺ മസ്ക്, വാറൻ ബഫറ്റ്, മുകേഷ് അംബാനി തുടങ്ങിയവർ സ്വന്തമായി എല്ലാ ജോലികളും ചെയ്യുന്നില്ല. അവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ആളുകളെ അവർ കൂടെ കൂട്ടുന്നു. 16 മണിക്കൂർ ജോലി ചെയ്യുക എന്നതാണ് വിജയത്തിന്റെ താക്കോലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് നിൽക്കൂ. ഒരു തമാശ കേൾക്കൂ. ഒരു ഉദ്യോഗസ്ഥൻ ഒരു തൊഴിലാളിയോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ സമ്പന്നനാകാത്തത്? തൊഴിലാളി മറുപടി പറഞ്ഞു, സർ, കാരണം കഠിനാധ്വാനം കൊണ്ട് വയറു നിറയും, കീശ നിറയില്ല. ഇത് കേട്ട് ഉദ്യോഗസ്ഥൻ നിശബ്ദനായി. ഇന്നത്തെ കാലത്ത് കഠിനാധ്വാനത്തേക്കാൾ മാനസികാവസ്ഥ പ്രധാനമാണ്. ശരിയായ ആസൂത്രണം, ബുദ്ധിപരമായ ജോലി, ശരിയായ ആളുകളുടെ സഹകരണം എന്നിവ നിങ്ങളെ കഠിനാധ്വാനം കൊണ്ട് മാത്രം എത്താൻ കഴിയാത്ത ഒരു സ്ഥാനത്തെത്തിക്കും. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും കഠിനാധ്വാനമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ദിശ ശരിയാണെങ്കിൽ മാത്രമേ കഠിനാധ്വാനം ഫലം ചെയ്യൂ എന്ന് അവനോട് പറയുക. ഓർക്കുക, നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾ എത്ര ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു എന്നതിലാണ് കാര്യം. അധ്യായം 2: കഠിനാധ്വാനത്തിന്റെ വില. റൈസ് ആൻഡ് ഗ്രൈൻഡ് എന്നത് ഇന്നത്തെ തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു മന്ത്രമാണ്. നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിലെ ഓട്ടത്തിൽ പിന്നോട്ടു പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഈ ഹസൽ കൾച്ചറിന്റെ യഥാർത്ഥ വില എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കഥയുണ്ട്. രവി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം എപ്പോഴും ഓഫീസിൽ ആദ്യം വരികയും ഏറ്റവും അവസാനം വീട്ടിലേക്ക് പോകുകയും ചെയ്യും. അവധിക്കാലത്തും അദ്ദേഹത്തെ ലാപ്ടോപ്പുമായി കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പ്രചോദനത്തിന്റെ ഉറവിടമായി കണക്കാക്കി. പക്ഷേ ഒരു ദിവസം ഓഫീസിൽ വെച്ച് രവിക്ക് ഹൃദയാഘാതമുണ്ടായി. 35-ാം വയസ്സിൽ ഉറക്കക്കുറവ്, സമ്മർദ്ദം, അനാരോഗ്യകരമായ ജീവിതശൈലി
എന്നിവ അവന്റെ ആരോഗ്യത്തെ നശിപ്പിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു. രവിയുടെ കഠിനാധ്വാനം എല്ലാവരെയും പ്രചോദിപ്പിച്ചു. പക്ഷേ ഈ കഠിനാധ്വാനം അവനെ തിന്നു. ഇതാണ് ഹസൽ കൾച്ചറിന്റെ വില. നമ്മുടെ മൂല്യം നമ്മുടെ ജോലി ചെയ്യുന്ന സമയം കൊണ്ട് മാത്രം അളക്കാൻ കഴിയുമെന്ന് അത് നമ്മെ വിശ്വസിപ്പിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ജോലി ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ വിജയിക്കും. പക്ഷേ അത് ശരിയാണോ? ഒരു കവിത ഓർമ്മ വരുന്നു. രാവും പകലും ഓടിയാൽ ലക്ഷ്യങ്ങളിലെത്തില്ല. സ്വയം നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു കഥയുമുണ്ടാകില്ല. ഒന്നും ചെയ്യാതിരിക്കുന്നത് ബലഹീനതയാണെന്ന് ഹസൽ കൾച്ചർ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ വിശ്രമമില്ലാതെ നിങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ശാസ്ത്രം ഉച്ചത്തിൽ പറയുന്നു, നിങ്ങൾ തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത കുറയാൻ തുടങ്ങും. ബേൺഔട്ട് എന്നത് ഒരു ഫാഷൻ വാക്കു മാത്രമാണെന്ന് നിങ്ങൾ കേട്ടിരിക്കാം. പക്ഷേ അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നശിപ്പിക്കുന്നു. ഇപ്പോൾ രസകരമായ ഒരു കാര്യം കേൾക്കൂ. ജപ്പാനിൽ കരോഷി എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം അമിത ജോലി കാരണം മരണമെന്നാണ്. ഒരു സംസ്കാരം അമിത ജോലി സാധാരണമാക്കിയപ്പോൾ അതിനായി ഒരു വാക്കുപോലും ഉണ്ടാക്കിയത് എത്ര അപകടകരമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഹസൽ കൾച്ചർ നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നു. നിങ്ങളുടെ കോളേജ് കാലത്തെ ഓർമ്മകളുണ്ടാക്കിയ കൂട്ടുകാർ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെ സീൻ എന്ന ഓപ്ഷനായി മാത്രം ഒതുങ്ങുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കാണാൻ കൊതിക്കുന്നു. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കസേരയിലുള്ള ലാപ്ടോപ്പിനെ മാത്രം അറിയുന്നു. ഇവിടെ ഒരു കൈപ്പേറിയ സത്യമുണ്ട്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം സന്തുലിതമാക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ശരീരം നിങ്ങളെ അതിന് നിർബന്ധിക്കും. ഇലോൺ മസ്കിന്റെയും ജെഫ് ബെസോസിന്റെയും വിജയം കണ്ട് നമ്മൾ പ്രചോദിതരാകുന്നു. എന്നാൽ അവരുടെ ടീമിലെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നില്ല. ഒറ്റയ്ക്ക് സൂപ്പർമാനാകാൻ ശ്രമിക്കുന്നത് നിങ്ങളെ ക്ഷീണിപ്പിക്കുക മാത്രമേ ചെയ്യൂ. അപ്പോൾ എന്താണ് പരിഹാരം? കഠിനാധ്വാനം ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടായിരിക്കണം. നിങ്ങൾക്കായി അതിരുകൾ വെക്കുക. ഒരു നിശ്ചിത സമയത്തിനു ശേഷം ജോലി നിർത്താൻ പഠിക്കുക. ഓർക്കുക, വിശ്രമം ഒരു ആഡംബരമല്ല, അത് ഒരു ആവശ്യകതയാണ്. അവസാനം ഒരു തമാശ കേൾക്കൂ. ഒരു മനുഷ്യൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ വിശ്രമിക്കാൻ നിങ്ങൾക്ക് ആശുപത്രിയിൽ സമയം കണ്ടെത്തേണ്ടിവരും. ഹസൽ കൾച്ചർ നമ്മളെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പ്രക്രിയയിൽ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഉണർന്നിരിക്കുക എന്നതിനർത്ഥം സന്തുലിതമായിരിക്കുക, സ്വയം ശ്രദ്ധിക്കുക, ജീവിതം ഒരു ജോലിയായി കാണാതെ മനോഹരമായ ഒരു യാത്രയായി കാണുക. അധ്യായം 3. ഉൽപ്പാദനക്ഷമതയുടെ വൈരുദ്ധ്യം. നമ്മൾ എത്ര കൂടുതൽ ജോലി ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ വിജയിക്കുമെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഇതെല്ലായ്പ്പോഴും ശരിയാണോ? നമ്മൾ എത്രത്തോളം തിരക്കിലാണോ അത്രത്തോളം നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുമോ? ഇതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഉൽപ്പാദനക്ഷമത വൈരുദ്ധ്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. പക്ഷേ രാത്രി കിടക്കയിൽ പോകുമ്പോൾ നിങ്ങൾ ദിവസം മുഴുവൻ ഒരു വലിയ ജോലിയും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എവിടെയെങ്കിലും ഈ ഓട്ടം ഒരു പാഴ്വേലയായി മാറിയിരിക്കുന്നു. ഇതാണ് ഉൽപ്പാദനക്ഷമതയുടെ കുഴഞ്ഞുമറിഞ്ഞ ഘടന. ഇന്നത്തെ ലോകത്ത് കൂടുതൽ ജോലി ചെയ്യുന്നതിനുപകരം നമ്മൾ ബുദ്ധിപൂർവ്വം ജോലി ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജോലിയുടെ അളവ് മാത്രമല്ല, ഗുണമേന്മയും മനസ്സിലാക്കുക. ഒരിക്കൽ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഉടമ പറഞ്ഞു, ഞാൻ ദിവസം മുഴുവൻ ജോലി ചെയ്തു, പക്ഷേ വൈകുന്നേരം ചിന്തിച്ചപ്പോൾ എനിക്ക് പ്രത്യേക ഫലമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് എനിക്ക് തോന്നി. ഈ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുയരുന്നു. നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഫലവും കാണാത്തത്? അതിന്റെ ലളിതമായ ഉത്തരം ജോലി ചെയ്യുന്ന രീതി തെറ്റാണ് എന്നതാണ്. പലപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങി വലിയ ലക്ഷ്യങ്ങൾ മറക്കുന്നു. ഓട്ടം എപ്പോഴുമുണ്ട്, പക്ഷേ ലക്ഷ്യം ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. രസകരമായ ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വഴിയിൽ പല വഴികളും മാറ്റിമാറ്റിപ്പോയി. ഈ വഴി കൂടുതൽ മികച്ചതാണെന്ന് അവന്റെ മനസ്സ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവസാനം അവൻ ആദ്യം വന്ന അതേ വഴിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ദിശ മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം നമുക്ക് യഥാർത്ഥ ഫലം നൽകില്ലെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന ലിസ്റ്റിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും കീഴിൽ നമ്മൾ ചെയ്യേണ്ട ജോലികൾ ഉൾപ്പെടുന്നു. അതേസമയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന ലിസ്റ്റിൽ നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുന്ന ജോലികൾ ഉൾപ്പെടുന്നു. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന ലിസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മൾ തിരക്കുള്ളവരായിരിക്കും, പക്ഷേ നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കില്ല. നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഈ ജോലി എന്നെ വളർത്തുകയാണോ അതോ കുറയ്ക്കുകയാണോ? മറുവശത്ത് ഉൽപ്പാദനക്ഷമത എന്നത് സമയം ലാഭിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന ഒരു കാര്യത്തിനായി നമ്മൾ ശരിക്കും ആ സമയം ഉപയോഗിക്കുന്നുണ്ടോ? ഉത്തരമില്ല എന്നാണെങ്കിൽ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് എന്ത് പ്രയോജനം? ഇവിടെ ഒരു ഉദാഹരണമെടുക്കാം. നിങ്ങൾ ദിവസവും ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ സമയം പാഴാക്കുകയാണെങ്കിൽ ആ ജോലി മറ്റൊരാൾക്ക് കൈമാറുന്നതോ അല്ലെങ്കിൽ അത് ഓട്ടോമേറ്റ് ചെയ്യുന്നതോ നല്ലതാണ്. സ്മാർട്ട് വർക്ക് എന്നാൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക എന്നതാണ്. സമയം ഏറ്റവും വിലയേറിയതാണ്, പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുക.
അവസാനം ഉൽപ്പാദനക്ഷമതയുടെ വൈരുദ്ധ്യത്തിനുള്ള പരിഹാരം തിരക്കിട്ട് ജോലി ചെയ്യുന്നതിനുപകരം നിങ്ങൾ ബുദ്ധിപൂർവ്വം ജോലി ചെയ്യുക എന്നതാണ്. കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് കൂടുതൽ ഉൽപ്പാദനക്ഷമത കൊണ്ടുവരുമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ശരിയായ രീതിയും ശരിയായ ദിശയും ശരിയായ ഉദ്ദേശ്യവും മനസ്സിലാക്കി ജോലി ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ വിജയവും ഉൽപ്പാദനക്ഷമതയും അനുഭവിക്കാൻ കഴിയൂ. എല്ലാവരും ജോലി ചെയ്യുന്നു, പക്ഷേ സ്മാർട്ട് വർക്ക് ഒരു മാറ്റമുണ്ടാക്കുന്നു. അധ്യായം 4. ലിവറേജിന്റെ ശക്തി. ചില ആളുകൾക്ക് 24 മണിക്കൂറിനുള്ളിൽ മറ്റുള്ളവർക്ക് ആഴ്ചകളെടുത്ത് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് മാന്ത്രിക ശക്തിയുണ്ടോ? ഇല്ല, അവർക്ക് ലിവറേജ് ഉണ്ട്. അതായത് ശരിയായ വിഭവങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് കുറഞ്ഞ കഠിനാധ്വാനത്തിൽ നിന്ന് വലിയ ഫലം നേടുക. ഒരു കഥയിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരു കർഷകൻ ദിവസവും നദിയിൽ നിന്ന് വെള്ളം കോരി തന്റെ വയലുകൾ നനയ്ക്കുമായിരുന്നു. അതിനായി മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം അവന്റെ അയൽക്കാരൻ സ്വയം വെള്ളം പാടങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ജലസേചന സംവിധാനം സ്ഥാപിച്ചു. മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്ത കർഷകനേക്കാൾ അയൽക്കാരൻ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് തന്റെ ജോലി ചെയ്തു. ഇതാണ് ലിവറേജിന്റെ അത്ഭുതം. ഇന്നത്തെ ലോകത്ത് ലിവറേജ് എന്നാൽ യന്ത്രങ്ങളോ സാങ്കേതികവിദ്യയോ മാത്രമല്ല, നിങ്ങളുടെ സമയവും കഴിവുകളും വിഭവങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ്. കവിതയിൽ പറഞ്ഞാൽ, ശ്രമത്തോടൊപ്പം ബുദ്ധിയും ചേർന്നാൽ മാത്രമേ കഠിനാധ്വാനത്തിന്റെ യഥാർത്ഥ കളി ആരംഭിക്കൂ. ചില ആളുകൾ ഒരേ ജോലി ചെയ്ത് എങ്ങനെ സമ്പന്നരാകുന്നു, അതേസമയം മറ്റുള്ളവർ അതേ അവസ്ഥയിൽ തുടരുന്നു എന്ന് ചിന്തിക്കുക. കാരണം അവർ അവരുടെ സമയം ലിവറേജ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു എഴുത്തുകാരൻ രാവും പകലും പുസ്തകമെഴുതുന്നു. മറ്റൊരു എഴുത്തുകാരൻ തന്റെ പുസ്തകത്തോടൊപ്പം ഓഡിയോ ബുക്കുകളും വർക്ക്ഷോപ്പുകളും ഓൺലൈൻ കോഴ്സുകളും ഉണ്ടാക്കുന്നു. ആദ്യത്തെ എഴുത്തുകാരൻ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ രണ്ടാമത്തെയാൾ കഠിനാധ്വാനത്തോടൊപ്പം ലിവറേജും ഉപയോഗിക്കുന്നു. വാറൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുമ്പോൾ പണമുണ്ടാക്കാൻ ഒരു വഴി കണ്ടെത്തുന്നില്ലെങ്കിൽ നിങ്ങൾ മരണം വരെ ജോലി ചെയ്യേണ്ടിവരും. അതായത് നിങ്ങളുടെ പണം നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കണം, നിങ്ങൾ ജോലി ചെയ്യാത്തപ്പോഴും. ഒരു രസകരമായ കാര്യം കേൾക്കൂ. ലോകത്തിലെ ഏറ്റവും ധനികരായ 1% ആളുകൾ മറ്റുള്ളവരുടെ സമയവും കഴിവും ഉപയോഗിച്ചാണ് അവരുടെ സമ്പത്തുണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനെയാണ് ലിവറേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മറ്റുള്ളവരുടെ കഴിവുകളും പരിശ്രമവും ഉപയോഗിക്കുക. എന്നാൽ ഇതിനർത്ഥം മറ്റുള്ളവരെ ചൂഷണം ചെയ്യണമെന്നല്ല. ഇതിന്റെ ശരിയായ മാർഗം സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ശരിയായ ടീം, ശരിയായ സാങ്കേതികവിദ്യ, ശരിയായ സമീപനം എന്നിവ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു തമാശ കേൾക്കൂ. 2 പേർ കാട്ടിൽ മരം മുറിക്കുകയായിരുന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ തുടർച്ചയായി മരം മുറിക്കുകയാണ്. മറ്റേയാൾ മറുപടി പറഞ്ഞു, ഓരോ മണിക്കൂറിലും ഞാൻ എന്റെ കോടാലി മൂർച്ച കൂട്ടുന്നു. ഇപ്പോൾ പറയൂ, ആരാണ് കൂടുതൽ മരം മുറിക്കുക? ലിവറേജ് എന്നാൽ കൂടുതൽ ജോലി ചെയ്യിക്കുക എന്നല്ല, മറിച്ച് ബുദ്ധിപൂർവ്വം ജോലി ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുമായി പങ്കിടുക, സാങ്കേതികവിദ്യ ഉപയോഗിക്കുക, അനാവശ്യ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുക. ഇവിടെ പാരറ്റോ തത്വം വീണ്ടും ബാധകമാണ്. അതായത് 80% ഫലങ്ങൾ 20% ശരിയായ പരിശ്രമത്തിൽ നിന്ന് വരുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ 20% പരിശ്രമങ്ങൾ കണ്ടെത്തി അവയെ ലിവറേജ് ചെയ്തുകൂടെ? അവസാനം ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നവർ ക്ഷീണിച്ചു പോകുന്നു. മറ്റുള്ളവരുടെ സഹായത്തോടെ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നവർ ചരിത്രം സൃഷ്ടിക്കുന്നു. ലിവറേജിന്റെ ശക്തി തിരിച്ചറിയുക. ഇത് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കുക മാത്രമല്ല, നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഉയരങ്ങളിലെത്തിക്കുകയും ചെയ്യും. അധ്യായം 5. സമയത്തെ മെരുക്കുന്ന കല. സമയത്തിന്റെ വില മനസ്സിലാക്കുക. ഈ നിധി അമൂല്യമാണ്. അത് ശരിയായ രീതിയിൽ ജീവിക്കുക. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഒരു ദിവസത്തിലെ 24 മണിക്കൂറും നിങ്ങൾക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ജോലികളുടെ കൂമ്പാരം, പൂർത്തിയാക്കാത്ത ഡെഡ്ലൈനുകൾ, വ്യക്തിപരമായ ജീവിതത്തിലെ പിരിമുറുക്കം, ഇതെല്ലാം നമ്മുടെ സമയനിർവഹണത്തിലെ ബലഹീനതയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സത്യം പറഞ്ഞാൽ സമയത്തിന്റെ കുറവല്ല, മറിച്ച് സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അധ്യായത്തിൽ സമയം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്താനും വിജയിപ്പിക്കാനും കഴിയുമെന്ന് നമ്മൾ പഠിക്കും. സമയനിർവഹണം ആരംഭിക്കുന്നത് മുൻഗണനകൾ നിശ്ചയിക്കുന്നതിലൂടെയാണ്. എല്ലാ ദിവസവും നമ്മുടെ മുന്നിൽ ധാരാളം ജോലികളുണ്ട്. പക്ഷേ എല്ലാ ജോലിയും അത്രയും പ്രധാനപ്പെട്ടതാണോ? പാരറ്റോ തത്വം, അതായത് 80 മുതൽ 20 വരെ നിയമം, 80% ഫലങ്ങളും വെറും 20% പരിശ്രമത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. നിങ്ങൾ ഏറ്റവും ഫലപ്രദമായ 20% ജോലികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എല്ലാ ജോലികളും പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമല്ല. പ്രധാനപ്പെട്ട ജോലികൾ ആദ്യം ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥ വിജയം. ഇനി നമുക്ക് ടൈം ബ്ലോക്കിങ്ങിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് നിങ്ങളുടെ ദിവസത്തിലെ ഓരോ മണിക്കൂറും മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഉദാഹരണത്തിന്, രാവിലെ പഠനത്തിനായി, ഉച്ചയ്ക്ക് ഓഫീസ് ജോലിക്കായി, വൈകുന്നേരം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ. ഓരോ പ്രവർത്തനത്തിനും നിങ്ങൾ സമയം നിശ്ചയിക്കുമ്പോൾ നിങ്ങളുടെ ദിവസം ചിട്ടപ്പെടുത്തുക മാത്രമല്ല, ജോലിയിലുള്ള ശ്രദ്ധയും വർദ്ധിക്കുന്നു. എന്നാൽ വെറും ആസൂത്രണം മാത്രം മതിയോ? ഇല്ല. പ്രോക്രാസ്റ്റിനേഷൻ അഥവാ ജോലികൾ മാറ്റിവെക്കുന്ന ശീലം നമ്മുടെ സമയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. നാളെ ചെയ്യാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു. ആ നാളെ ഒരിക്കലും വരുന്നില്ല.
ഈ പ്രശ്നം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം 2 മിനിറ്റ് റൂളാണ്. ഒരു ജോലി 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യുക എന്ന് ഈ നിയമം പറയുന്നു. ഈ ചെറിയ ശീലം നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ അത്ഭുതകരമായി വർദ്ധിപ്പിക്കും. ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെച്ചാൽ സ്വപ്നങ്ങളും നാളത്തേക്ക് മാറും. സമയനിർവഹണത്തിലെ മറ്റൊരു പ്രധാന കാര്യം ഡിജിറ്റൽ ശ്രദ്ധാശൈഥില്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ്. സോഷ്യൽ മീഡിയ, ഫോൺ നോട്ടിഫിക്കേഷനുകൾ, അനാവശ്യ ഇമെയിലുകൾ എന്നിവ നമ്മുടെ എത്ര സമയം പാഴാക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ബ്രേക്കുകൾ എടുക്കാൻ പഠിക്കുക. പോമോഡോറോ ടെക്നിക് ഇതിന് സഹായിക്കും. അതിൽ നിങ്ങൾ 25 മിനിറ്റ് പൂർണ്ണമായും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തുടർന്ന് 5 മിനിറ്റ് ഇടവേള എടുക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ദിവസേനയുള്ള അവലോകനവും ആഴ്ചതോറുമുള്ള ആസൂത്രണവും നിങ്ങളുടെ സമയനിർവഹണ തന്ത്രത്തെ കൂടുതൽ ശക്തമാക്കുന്നു. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നേടിയതെന്നും എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുന്നതെന്നും ചിന്തിക്കുക. സമയത്തിന്റെ വേഗതയെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഓരോ നിമിഷവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയനിർവഹണം എന്നാൽ വെറും ജോലി ചെയ്യുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും സന്തുലിതമാക്കുക എന്നതാണ്. വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കുന്നത് ജോലി ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കും വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ മാനസിക സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നു. അവസാനം, സമയനിർവഹണം എല്ലാവരും പഠിക്കേണ്ട ഒരു കഴിവാണ്. ഇത് വെറുമൊരു ശീലമല്ല, മറിച്ച് ജീവിതത്തെ വിജയിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. നിങ്ങളുടെ സമയം നിങ്ങളുടെ കൈകളിലെടുക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ വിജയം നിങ്ങളുടെ കാൽക്കീഴിലാകും. സമയത്തെ വിലമതിക്കുന്നവർക്ക് മാത്രമേ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയൂ. അധ്യായം 6. സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്. കഠിനാധ്വാനമാണ് വിജയത്തിന്റെ താക്കോലെന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ശരിയാണോ? നിങ്ങൾ രാവും പകലും കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമോ? അല്ലെങ്കിൽ നിങ്ങൾ ധാരാളം ജോലി ചെയ്തിട്ടും പ്രതീക്ഷിച്ചത്ര നല്ല ഫലങ്ങൾ ലഭിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഇതാണ് സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്ന കളിയുടെ വിഷയം. ഈ ചോദ്യം ഇന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മൾ കഠിനാധ്വാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും പഴയ രീതി തന്നെയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ തലകുനിച്ച് ജോലി ചെയ്യുക. എന്നാൽ സ്മാർട്ട് വർക്ക് എന്നാൽ കുറഞ്ഞ ജോലിയിൽ കൂടുതൽ ഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കഠിനാധ്വാനത്തിന്റെ രീതി മനസ്സിലാക്കുക, അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ഫലം ലഭിക്കും. ഒരു കഥയുണ്ട്. ഒരു കർഷകൻ തന്റെ വയലിൽ രാവും പകലും ജോലി ചെയ്തു. നിലം ഉഴുതു, വെള്ളം നൽകി, വിത്തുകൾ വിതച്ചു. പക്ഷേ അയാൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല വിളകൾ ലഭിച്ചില്ല. ഒരു ദിവസം അയാൾ തന്റെ സുഹൃത്തിനോട് ഉപദേശം ചോദിച്ചു. സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ ഇത്രയധികം ജോലി ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? കർഷകൻ മറുപടി പറഞ്ഞു, എന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ചെയ്തതു തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സുഹൃത്ത് കർഷകനെ പഠിപ്പിച്ചത് കഠിനാധ്വാനത്തിന്റെയും വിവേകത്തിന്റെയും ശരിയായ മിശ്രണമാണ് യഥാർത്ഥ വിജയത്തിന്റെ രഹസ്യം എന്നാണ്. കർഷകൻ തന്റെ കഠിനാധ്വാനം തുടർന്നു, പക്ഷേ ഇപ്പോൾ ഒരു പുതിയ രീതിയാണ് സ്വീകരിച്ചത്. കാലാവസ്ഥ, മണ്ണിന്റെ ഗുണമേന്മ, ജലസേചനത്തിനുള്ള ശരിയായ മാർഗം എന്നിവ അയാൾ മനസ്സിലാക്കി. ആ വർഷം അവന്റെ വിളവ് മികച്ചതായിരുന്നു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ ദിശയില്ലാതെ കഠിനാധ്വാനം എപ്പോഴും അത്ര ഫലപ്രദമല്ലെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം ശരിയായ രീതിയിലും ശരിയായ ദിശയിലും ഉപയോഗിക്കുമ്പോഴാണ് സ്മാർട്ട് വർക്ക് വരുന്നത്. വഴിമാറ്റിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയും. സമയം പണമാണ് എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ശരിയായി വിനിയോഗിച്ച സമയം ഇതിലും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വലിയ വ്യത്യാസം ഇതാണ്. കഠിനാധ്വാനത്തിൽ നിങ്ങൾ ഒരു ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം സ്മാർട്ട് വർക്കിൽ നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുന്നു. ആ ജോലിയുടെ ഗുണമേന്മയും മികച്ചതായിരിക്കും. ഇവിടെ ഒരു രസകരമായ തമാശയുണ്ട്. 2 പേർ ഒരു പുഴ കടക്കാൻ ഒരു വഞ്ചിയിൽ കയറി. ഒരാൾ തുഴയുകയും മറ്റൊരാൾ വഞ്ചിയിൽ വെറുതെ ഇരിക്കുകയും ചെയ്തു. ആദ്യത്തെയാൾ ക്ഷീണിതനായി നിശബ്ദനായി ഇരുന്നുകൊണ്ട് പറഞ്ഞു, കഠിനാധ്വാനം കൊണ്ട് കാര്യമില്ല. രണ്ടാമത്തെയാൾ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് കഠിനാധ്വാനമുണ്ട്, എനിക്ക് വഴിയുണ്ട്. ഈ തമാശ നമ്മളെ പഠിപ്പിക്കുന്നത് കഠിനാധ്വാനം മാത്രം പോരാ, ആ കഠിനാധ്വാനം ശരിയായ രീതിയിലും ശരിയായ ദിശയിലും ഉപയോഗിക്കുന്നതാണ് കൂടുതൽ പ്രധാനമെന്നാണ്. സ്മാർട്ട് വർക്ക് എന്നാൽ കഠിനാധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനം ശരിയായ രീതിയിലും മികച്ച രീതിയിലും ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾ വിവേകത്തോടെ ജോലി ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ശക്തിയോടെ ജോലി ചെയ്യരുത്, സ്മാർട്ടായി ജോലി ചെയ്യുക. സമയം ഏറ്റവും വിലയേറിയ വസ്തുവായ ഇന്നത്തെ ലോകത്ത് സ്മാർട്ട് വർക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായി മാറും. കഠിനാധ്വാനത്തിന്റെ പഴയ രീതിയിൽ സമയവും ഊർജ്ജവും ആവശ്യമാണ്. എന്നാൽ സ്മാർട്ട് വർക്കിൽ അവ രണ്ടും സംരക്ഷിക്കുകയും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് ഒരു ജോലിയിൽ കഠിനാധ്വാനം ചെയ്യാൻ തോന്നിയാൽ കഠിനാധ്വാനം അത്യാവശ്യമാണെന്നോർക്കുക. പക്ഷേ ആ കഠിനാധ്വാനം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് അതിലും പ്രധാനം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാം, പക്ഷേ നിങ്ങൾ ശരിയായ ദിശയിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? അതാണ് വ്യത്യാസമുണ്ടാക്കുന്നത്. എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ സ്മാർട്ടായി ജോലി ചെയ്യുന്നവർ വിജയിക്കുന്നു. അധ്യായം 7.
സർഗാത്മകതയുടെയും നവീകരണത്തിന്റെയും പങ്ക്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അത് കഠിനാധ്വാനമാണോ, അതോ സ്മാർട്ട് വർക്കാണോ, അതോ വിജയത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്ന മറ്റെന്തെങ്കിലുമുണ്ടോ? സർഗാത്മകതയും നവീകരണവും, ഇവ രണ്ടും ഇന്ന് എല്ലാവരെയും അവരുടെ ലക്ഷ്യങ്ങളിലെത്താൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ ഇവയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? പുതിയ ആശയങ്ങൾക്ക് ഒരു പുതിയ രൂപം നൽകുന്നത് മാത്രമാണോ സർഗാത്മകത? പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നത് മാത്രമാണോ നവീകരണം? നമുക്കിത് ആഴത്തിൽ ചർച്ച ചെയ്യാം. ആദ്യം, സർഗാത്മകത എന്നാൽ കലയോ രൂപകൽപ്പനയോ മാത്രമല്ല. സർഗാത്മകത എന്നാൽ ചിന്തയെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണുക എന്നതാണ്. പരമ്പരാഗത ചിന്തയിൽ നിന്നു മാറി ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പുതിയ ആശയങ്ങൾ തേടുന്ന ഒരു കഴിവാണ് ഇത്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ബോറടിപ്പിക്കുന്ന പേജ് രസകരമാക്കണമെങ്കിൽ അതിന്റെ ഉള്ളടക്കം മാറ്റിയാൽ മാത്രം പോരാ, മറിച്ച് അതിനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് സർഗാത്മകതയുടെ യഥാർത്ഥ കളി. ചിന്തയെ മാറ്റുക, ലോകം മാറും, പുതിയ വഴികൾ സ്വയം തുറക്കും. അതേസമയം നവീകരണം എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഉപയോഗപ്രദമായ കാര്യമായി മാറുന്ന ആശയമാണ്. ഒരിക്കൽ ഒരാൾ തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു ആശയം ഞാൻ ചിന്തിച്ചു. സുഹൃത്ത് മറുപടി പറഞ്ഞു, വളരെ നല്ലത്, പിന്നെ എന്തിനാണ് അത് വെറും ചിന്തയായി വിട്ടത്? നിങ്ങളത് യഥാർത്ഥത്തിൽ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടോ? ഇതാണ് സർഗാത്മകതയും നവീകരണവും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തേത് വെറും ചിന്തിക്കുക മാത്രം ചെയ്യുന്നു, രണ്ടാമത്തേത് അത് നടപ്പിലാക്കുന്നു. നമ്മൾ സർഗാത്മകതയെയും നവീകരണത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവ രണ്ടുമില്ലാതെ ഇന്നത്തെ ലോകത്തിലെ ഒരു സാങ്കേതികവിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും അല്ലെങ്കിൽ ബിസിനസിന്റെയും വിജയം സാധ്യമല്ലെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആപ്പിൾ ഐഫോൺ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് പരമ്പരാഗത മൊബൈൽ ഫോണുകളുടെ പരിമിതികളെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോണുകളുടെ ഈ യുഗത്തിൽ ജീവിക്കുമായിരുന്നോ? നവീകരണമായി മുന്നോട്ടു വന്നതും ലോകത്തെ മാറ്റിയതും ആ ചിന്തയായിരുന്നു. നവീകരണം സ്വാതന്ത്ര്യം നൽകുന്നു, അതേ ചിന്ത ലോകത്തിന്റെ അടിസ്ഥാനം മാറ്റുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സർഗാത്മകതയുടെ പ്രാധാന്യം പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ പഴയ ശീലങ്ങളും പ്രവർത്തന രീതികളും മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും അതേ പഴയ രീതി ഉപയോഗിച്ചാൽ എന്തെങ്കിലും പുതിയ ഫലം ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. സർഗാത്മകത എന്നാൽ പുതിയ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുക എന്നതാണ്. നവീകരണം എന്നാൽ ആ പുതിയ രീതി എങ്ങനെ ഉപയോഗത്തിൽ വരുത്താം എന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് സർഗാത്മകതയുടെയും നവീകരണത്തിന്റെയും ശരിയായ മിശ്രണം ഏതൊരു ബിസിനസിന്റെയും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയും വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നാണ്. ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് മുതൽ വലിയ ബിസിനസ് വരെ പുതിയ ചിന്തയും വികസിപ്പിക്കാനുള്ള ആഗ്രഹവുമില്ലെങ്കിൽ അത് വേഗത്തിൽ പിന്നോട്ടു പോകും. ലോകത്തിന് പഴയ രീതിയിൽ തുടരാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാ ചെറിയ കമ്പനികളും നവീകരിക്കാനും പുതിയ ചിന്തയോടെ മുന്നോട്ടു പോകാനും ആഗ്രഹിക്കുന്നത്. പുതിയത് ചിന്തിക്കുക, പുതിയത് ചെയ്യുക, ലോകത്തിന് നിങ്ങളുടെ വഴി കാണിച്ചു കൊടുക്കുക. ചിലപ്പോൾ സർഗാത്മകതയ്ക്കും നവീകരണത്തിനും വേണ്ടി അപകടങ്ങൾ എടുക്കേണ്ടിവരും. ഈ അപകടങ്ങൾ വെല്ലുവിളികളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളുമാകാം. എന്നാൽ നിങ്ങൾ ഈ അപകടങ്ങളെ നേരിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും? തോമസ് എഡിസൺ ബൾബുണ്ടാക്കുന്ന യാത്രയിൽ പരാജയങ്ങളെ ഭയന്നുപേക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് വൈദ്യുതിയുടെ വെളിച്ചം ലഭിക്കുമായിരുന്നോ? ഈ അഭിനിവേശവും ചിന്തയുമാണ് സർഗാത്മകതയ്ക്കും നവീകരണത്തിനും ശക്തി നൽകുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന ഏതൊരു വലിയ വ്യക്തിയും ഒരു മികച്ച നവീകാരിയാണ്. ഈ ആളുകൾ അവരുടെ ജോലിയിൽ സർഗാത്മകത മാത്രം ഉപയോഗിക്കുന്നില്ല, മറിച്ച് അവരുടെ ചിന്തയെ ഒരു പടികൂടി മുന്നോട്ട് കൊണ്ടുപോയി അതിനെ നവീകരണമാക്കി മാറ്റാനുള്ള ധൈര്യവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത്. ചിന്തിക്കാതെ മുന്നോട്ടു പോകുന്നവർക്ക് ഒരിക്കലും പുതിയ ദിശ കണ്ടെത്താൻ കഴിയില്ല. നമുക്കും സർഗാത്മകതയെയും നവീകരണത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ഈ രണ്ടിന്റെയും യഥാർത്ഥ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്തകളെ പരിമിതപ്പെടുത്താതെ പുതിയ വഴികൾ തേടുമ്പോൾ നമുക്ക് ലോകത്തെവിടെയും വിജയം നേടാൻ കഴിയും. പുതിയ ചിന്തയിൽ നിന്ന് മാത്രമേ പുതിയ വഴി ലഭിക്കൂ. ഓരോ ദിവസവും പുതിയ അവസരവും സന്തോഷവും ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ സർഗാത്മകതയും നവീകരണവുമാണ് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അടിസ്ഥാന ശക്തികൾ. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ രീതിയിൽ ചിന്തിക്കുകയും അത് ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അധ്യായം 8. വിജയത്തെ പുനർനിർവചിക്കുന്നു. വിശ്രമത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും പ്രാധാന്യം. വിജയം എന്നാൽ എന്താണ്? ഈ ചോദ്യം എത്ര ലളിതമായി തോന്നുന്നുവോ അത്രയും ആഴമുള്ളതാണ് അതിന്റെ ഉത്തരം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിജയത്തെ ഒരേ കാഴ്ചപ്പാടിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. നല്ല ജോലി, വലിയ വീട്, കാറുകൾ, ബാങ്ക് ബാലൻസ്. പക്ഷേ ഇതാണോ ശരിക്കും വിജയം? ഒരുപക്ഷേ അല്ല. വിജയത്തിന്റെ യഥാർത്ഥ അർത്ഥം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കാം. ഒരിക്കൽ ഒരു പാവപ്പെട്ട മീൻപിടുത്തക്കാരനോട് ഒരു വലിയ ബിസിനസ്സുകാരൻ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ മീൻ പിടിക്കണം. ഇത് നിങ്ങൾക്ക് പണം നേടാൻ സഹായിക്കും. എന്നിട്ട് നിങ്ങൾക്കൊരു വലിയ ബോട്ട് വാങ്ങാം. ക്രമേണ ഒരു കമ്പനി തുടങ്ങാം. മീൻപിടുത്തക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, പിന്നെ എന്ത് സംഭവിക്കും? ബിസിനസ്സുകാരൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് വിരമിച്ച് സുഖമായി ജീവിക്കാം. മീൻപിടുത്തക്കാരൻ മറുപടി പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ സുഖമായി ജീവിക്കുന്നുണ്ട്.
വിജയം ഓരോരുത്തർക്കും വ്യത്യസ്ത അർത്ഥമാണ് നൽകുന്നതെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഓട്ടത്തിൽ ഓടരുത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. ഇന്നത്തെ ലോകത്ത് ആളുകൾ മറ്റുള്ളവരുടെ നിർവചനം ഉപയോഗിച്ച് അവരുടെ വിജയം നിർണ്ണയിക്കുന്നു. അയൽക്കാരന് വിലയേറിയ കാറുണ്ടെങ്കിൽ നമുക്കും അത് വേണം. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും അവധിക്കാലം ആഘോഷിക്കുകയാണെങ്കിൽ നമ്മളും അത് ചെയ്യണം. എന്നാൽ ഈ മത്സരത്തിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ സന്തോഷവും സ്വത്വവും നഷ്ടപ്പെടുത്തുന്നു. വിജയത്തെ പുനർനിർവചിക്കുക എന്നതിനർത്ഥം എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് സ്വയം ചോദിക്കുക എന്നതാണ്. ഇവിടെ ഒരു രസകരമായ തമാശ ചിന്തിക്കുക. ഒരാൾ പറഞ്ഞു, എനിക്ക് എല്ലാമുണ്ട്, പക്ഷേ സന്തോഷമില്ല. മറ്റൊരാൾ മറുപടി പറഞ്ഞു, സന്തോഷം വാങ്ങുക. ആദ്യത്തെയാൾ പറഞ്ഞു, സന്തോഷം വിൽക്കാനില്ലല്ലോ. യഥാർത്ഥത്തിൽ വിജയം ഭൗതികമായ കാര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിമിഷങ്ങളിലാണ്. നിങ്ങൾ ഓഫീസിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിജയമാണോ? നിങ്ങളെത്തന്നെ മനസ്സിലാക്കുക, നിങ്ങളെത്തന്നെ അറിയുക. സ്വപ്നങ്ങളെക്കാൾ വലിയൊരു ലോകമുണ്ട്. ഇന്നത്തെ ലോകത്ത് മാനസികാരോഗ്യവും സന്തോഷവും വിജയത്തിന്റെ പുതിയ അളവുകോലായി മാറിയിരിക്കുന്നു. പണം സമ്പാദിക്കുന്നത് അത്യാവശ്യമാണെന്ന് പലരും ഇപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ പണം കൊണ്ട് എല്ലാം വാങ്ങാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളും പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ വിജയം നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സംതൃപ്തിയും കൊണ്ടുവരുന്നു എന്നതാണ്. മറ്റൊരു കഥ ഓർമ്മ വരുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ബുദ്ധനോട് ചോദിച്ചു, എന്താണ് വിജയം? ബുദ്ധൻ ഒരു മരത്തിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു, നോക്കൂ, ഈ മരം എല്ലാ ദിവസവും വളരുന്നു. പക്ഷേ അതിന്റെ ഉയരത്തിൽ അതിനൊരിക്കലും അഹങ്കാരമില്ല. അത് തണൽ നൽകുന്നു, ഫലം നൽകുന്നു, എന്നിട്ടും അത് വിനയമുള്ളതായി തുടരുന്നു. ഇതാണ് യഥാർത്ഥ വിജയം. വിജയം വെറും പണവും പ്രശസ്തിയുമായിരുന്നെങ്കിൽ എത്ര ധനികർ സന്തോഷവാന്മാരാകുമായിരുന്നു എന്ന് ചിന്തിക്കുക. പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വിജയത്തിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നത്. അത് സന്തുലിതാവസ്ഥയിലും സന്തോഷത്തിലും നിങ്ങൾ ഉപേക്ഷിക്കുന്ന നല്ല സ്വാധീനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമ്പത്തിന് പിന്നാലെ പോകരുത്, സന്തോഷം അന്വേഷിക്കുക. വിജയത്തെ പുനർനിർവചിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. അത് മറ്റുള്ളവരെ സ്വാധീനിക്കുക മാത്രമാണോ, അതോ നിങ്ങളെത്തന്നെ സന്തോഷിപ്പിക്കുകയാണോ? ഓരോ വ്യക്തിക്കും വിജയത്തിന്റെ അർത്ഥം വ്യത്യസ്തമാണ്. ഒരാൾക്ക് അത് തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണ്, മറ്റൊരാൾക്ക് അതവർ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുന്നതാണ്. അവസാനം വിജയമെന്നത് പുറത്തുനിന്ന് ആരംഭിക്കുന്ന ഒരു യാത്രയല്ല, മറിച്ച് അകത്തുനിന്ന് ആരംഭിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ നിർവചനം നിങ്ങൾ സ്വയം നിർണ്ണയിക്കുന്നു. അധ്യായം 9. ജോലിയുടെ ഭാവി. ഓട്ടോമേറ്റ് ചെയ്യുക, പ്രതിനിധാനം ചെയ്യുക. ജോലി ചെയ്യുന്ന രീതി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ആളുകൾ മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്തിരുന്നു. ഇപ്പോൾ അതേ ജോലി മിനിറ്റുകൾക്കുള്ളിൽ സാങ്കേതികവിദ്യയും ഓട്ടോമേഷനും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നമ്മൾ ബുദ്ധിപൂർവ്വം ജോലി ചെയ്യുകയാണോ, അതോ ഇപ്പോഴും പഴയ രീതിയിൽ തുടരുകയാണോ? നിങ്ങൾ എല്ലാ ദിവസവും അതേ വിരസവും ആവർത്തിക്കുന്നതുമായ ജോലി ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് സന്തോഷം വരുമോ എന്ന് ചിന്തിക്കുക. ഒരുപക്ഷേ ഇല്ല. എന്നാൽ അതേ ജോലി ഒരു മെഷീനോ സോഫ്റ്റ്വെയറോ ചെയ്യുകയും നിങ്ങൾക്ക് സർഗാത്മകമായ എന്തെങ്കിലും ചിന്തിക്കാൻ സമയം ലഭിക്കുകയും ചെയ്താൽ അത് കൂടുതൽ മികച്ചതല്ലേ? മെഷീനുകളെ കൂട്ടുകാരാക്കുന്നവർ സമയത്തിന്റെ വില മനസ്സിലാക്കും. ഒരു ചെറിയ ബിസിനസ്സുകാരന്റെ കഥയുണ്ട്. അദ്ദേഹം തന്റെ അക്കൗണ്ടിംഗ് ജോലികളെല്ലാം ഓട്ടോമേഷനിലേക്ക് മാറ്റി. മുമ്പ് അദ്ദേഹത്തിന് മണിക്കൂറുകളോളം എക്സൽ ഷീറ്റുകളിൽ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാ ജോലിയും മിനിറ്റുകൾക്കുള്ളിൽ പൂർത്തിയാകും. ഈ സമയം അദ്ദേഹം തന്റെ പുതിയ പ്രോജക്റ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് ഇരട്ടിയായി. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയവും ഊർജ്ജവും ചെലവഴിക്കാൻ സാങ്കേതികവിദ്യ നമുക്ക് അവസരം നൽകുന്നു. ഓട്ടോമേഷൻ സമയം ലാഭിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമല്ല, നിങ്ങളുടെ മാനസിക ശേഷിയെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ നവീകരണവും സർഗാത്മകതയും നേടാൻ കഴിയും. ജോലി എളുപ്പമാക്കുക, മെഷീനുകളുടെ സഹായം തേടുക. എന്നാൽ വെറും ഓട്ടോമേഷൻ മാത്രം പോരാ. നിങ്ങൾക്ക് എല്ലാ ജോലിയും സ്വയം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഡെലിഗേഷൻ എന്ന കല മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാകുന്നത്. ഒരു ടീം ക്യാപ്റ്റന്റെ ജോലി എന്താണെന്ന് ചിന്തിക്കുക. അദ്ദേഹം എല്ലാ പന്തുകളും സ്വയം എറിയുമോ? എല്ലാ ക്യാച്ചുകളും സ്വയം എടുക്കുമോ? ഇല്ല. അദ്ദേഹം തന്റെ കളിക്കാരുടെ കഴിവുകൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്യുന്നു. ടീമിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വിജയം നേടാൻ കഴിയൂ. ഒരിക്കൽ ഒരു ബിസിനസ് കോച്ച് പറഞ്ഞു, നിങ്ങളെല്ലാം സ്വയം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിടത്തും എത്തില്ല. എന്നാൽ നിങ്ങൾ ശരിയായ ജോലി ശരിയായ വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ വിജയം നിങ്ങളുടേതായിരിക്കും. ഡെലിഗേഷൻ എന്നാൽ എല്ലാം നിങ്ങളുടെ കൈകളിൽ വയ്ക്കുന്നതിനുപകരം വിശ്വസിക്കാൻ പഠിക്കുക എന്നതാണ്. ഇവിടെ ഒരു രസകരമായ തമാശ ചിന്തിക്കുക. ഒരു മുതലാളി തന്റെ ജീവനക്കാരനോട് പറഞ്ഞു, എനിക്ക് വിശ്രമിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ജോലി ചെയ്യുക. ജീവനക്കാരൻ മറുപടി പറഞ്ഞു, ശരി, ഇനി മുതൽ ഞാനും മുതലാളിയാകുന്നു. ഓട്ടോമേഷനും ഡെലിഗേഷനും ജോലി എളുപ്പമാക്കുക മാത്രമല്ല, ഒരു നേതാവാകാൻ നിങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ കഴിവുകൾ തിരിച്ചറിയുകയും അവരെ ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് ഒരു നല്ല നേതാവ്.
ഭാവിയിൽ ഓട്ടോമേഷന്റെയും ഡെലിഗേഷന്റെയും ശക്തി മനസ്സിലാക്കുന്ന ആളുകൾ വേഗത്തിൽ മുന്നോട്ടു പോകും. സാങ്കേതികവിദ്യ നമ്മളെ സഹായിക്കാനുള്ളതാണ്, നമ്മളെ ഭയപ്പെടുത്താനല്ല. സമയം ഒരു വലിയ വിലയുള്ളതാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നമ്മളത് ഉപയോഗിക്കണം. ജോലിയുടെ ഭാരം കുറയ്ക്കുക, മനസ്സിനെ സ്വതന്ത്രമാക്കുക. അവസാനം, ജോലിയുടെ ഭാവി എന്നാൽ നിങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുക, നിങ്ങളുടെ ടീമിൽ വിശ്വസിക്കുക, നിങ്ങളുടെ വിജയത്തിന്റെ യഥാർത്ഥ താക്കോലായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. മെഷീനുകൾ ജോലി ചെയ്യട്ടെ, നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉപയോഗിക്കുക. അധ്യായം 10. വിജയത്തെ പുനർനിർവചിക്കുന്നു. വിജയം എന്നാൽ എന്താണ്? ഈ ചോദ്യം എത്ര ലളിതമായി തോന്നുന്നുവോ അത്രയും ആഴമുള്ളതാണ് അതിന്റെ ഉത്തരം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിജയത്തെ ഒരേ കാഴ്ചപ്പാടിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. നല്ല ജോലി, വലിയ വീട്, കാറുകൾ, ബാങ്ക് ബാലൻസ്. പക്ഷേ ഇതാണോ ശരിക്കും വിജയം? ഒരുപക്ഷേ അല്ല. വിജയത്തിന്റെ യഥാർത്ഥ അർത്ഥം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കാം. വിജയം ഓരോരുത്തർക്കും വ്യത്യസ്ത അർത്ഥമാണ് നൽകുന്നതെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഓട്ടത്തിൽ ഓടരുത്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. ഇന്നത്തെ ലോകത്ത് ആളുകൾ മറ്റുള്ളവരുടെ നിർവചനം ഉപയോഗിച്ച് അവരുടെ വിജയം നിർണ്ണയിക്കുന്നു. അയൽക്കാരന് വിലയേറിയ കാറുണ്ടെങ്കിൽ നമുക്കും അത് വേണം. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും അവധിക്കാലം ആഘോഷിക്കുകയാണെങ്കിൽ നമ്മളും അത് ചെയ്യണം. എന്നാൽ ഈ മത്സരത്തിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ സന്തോഷവും സ്വത്വവും നഷ്ടപ്പെടുത്തുന്നു. വിജയത്തെ പുനർനിർവചിക്കുക എന്നതിനർത്ഥം എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് സ്വയം ചോദിക്കുക എന്നതാണ്. ഇവിടെ ഒരു രസകരമായ തമാശ ചിന്തിക്കുക. ഒരാൾ പറഞ്ഞു, എനിക്ക് എല്ലാമുണ്ട്, പക്ഷേ സന്തോഷമില്ല. മറ്റൊരാൾ മറുപടി പറഞ്ഞു, സന്തോഷം വാങ്ങുക. ആദ്യത്തെയാൾ പറഞ്ഞു, സന്തോഷം വിൽക്കാനില്ലല്ലോ. യഥാർത്ഥത്തിൽ വിജയം ഭൗതികമായ കാര്യങ്ങളിലല്ല, മറിച്ച് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിമിഷങ്ങളിലാണ്. നിങ്ങൾ ഓഫീസിൽ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് വിജയമാണോ? നിങ്ങളെത്തന്നെ മനസ്സിലാക്കുക, നിങ്ങളെത്തന്നെ അറിയുക. സ്വപ്നങ്ങളെക്കാൾ വലിയൊരു ലോകമുണ്ട്. ഇന്നത്തെ ലോകത്ത് മാനസികാരോഗ്യവും സന്തോഷവും വിജയത്തിന്റെ പുതിയ അളവുകോലായി മാറിയിരിക്കുന്നു. പണം സമ്പാദിക്കുന്നത് അത്യാവശ്യമാണെന്ന് പലരും ഇപ്പോൾ മനസ്സിലാക്കുന്നു. പക്ഷേ പണം കൊണ്ട് എല്ലാം വാങ്ങാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളും പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥ വിജയം നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സംതൃപ്തിയും കൊണ്ടുവരുന്നു എന്നതാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പുതിയതും മികച്ചതുമായ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ ലൈക്ക് ഒരു വിഷയമല്ലായിരിക്കാം. എന്നാൽ സത്യം പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ നിർമ്മിക്കാൻ കഠിനാധ്വാനവും സമയവും ആവശ്യമാണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കഠിനാധ്വാനം ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ഉണ്ടാക്കും. നമുക്ക് മറ്റൊരു മികച്ച വീഡിയോയിൽ കാണാം.